ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന വാക്ക് വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ലല്ലോ. ജലീലിൻ്റെത് അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ലീഗാണ് എന്നതാണ് ശ്രീ ജലീൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം മുസ്ലിങ്ങളെ എന്നാണ് പറഞ്ഞത്, മലപ്പുറം ജില്ലയെ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിലുള്ള ആളുകൾ മുഴുവൻ ലീഗുകാരാണ് എന്നാണ് ജലീൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഈ ന്യൂനപക്ഷ സംഗമത്തിൽ പറയപ്പെടുന്ന സമുദായ സംഘടനയിൽപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ വിളിക്കുന്ന പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രബല സംഘടനാ നിലയിൽ സമസ്ത നേതാക്കൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുമല്ലോ. അതിൽ ലീഗിന്റെ ഒരു നിലപാട് എന്താ? ആ സംഘടനാ നേതാക്കളെ അല്ല, അത് ഒരു സാങ്കല്പിക ചോദ്യമല്ലേ. ഈ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഇനി ഗവൺമെന്റായി തയ്യാറാവുമോ? ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുപോലുള്ള യോഗങ്ങൾ പലതും വിളിച്ച് ഇതുപോലുള്ള അല്ലെങ്കിലും പല നേതാക്കന്മാരുടെയും സംഘടനയുമായി യോഗം നടത്തുകയും സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ലീഗിനൊരു പങ്കുമില്ലല്ലോ. ലീഗ് ഇതിന് ഭാഗമാക്കുമല്ല. വിളിച്ചാൽ പോകുന്ന നേതാക്കന്മാർ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ വെള്ളാപ്പള്ളി പോയില്ലേ, അതുപോലെ പോകുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. അതിലൊന്നും മുസ്ലിം ലീഗിന് പങ്കില്ല. കേരളത്തിലെ ജനങ്ങളും അത് നേതാക്കന്മാർ പോയതുകൊണ്ട് ജനങ്ങൾ പോവുകയില്ല എന്നത് ഒരുപാട് തെളിവുകൾ നിരത്തി ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. നിങ്ങൾക്കും അറിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർക്കാരിന്റെ വികസന സദസ്സുകൾ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് UDF കൺവീനർ തന്നെ പറഞ്ഞു അതിൽ UDF ഭാഗമാകില്ല. പക്ഷെ മലപ്പുറത്ത് നിന്ന് ലീഗ് ഒരു സർക്കുലർ ഇറക്കി അതിൽ ഭാഗമാകണമെന്നുള്ള നിലയ്ക്ക് എന്താണ് ആ ഒരു പിന്നെ ഒരു തിരിച്ചു നൽകിയെങ്കിലും എന്താണ് അങ്ങനെ ഒരു ഇത് വന്നത്? അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ സർക്കുലർ UDFന്റെ തീരുമാനത്തോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. UDFിൽ നിന്ന് മാറി നിന്നിട്ടോ അതിന് വിരുദ്ധമായ ഒരു തീരുമാനം ഒരു കാര്യത്തിലും മുസ്ലിം ലീഗിനില്ല. UDF തീരുമാനിച്ചിട്ട് ഈ ഗവൺമെൻറ് വികസന സദസ്സുകൾ നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും പറയാനാണ്. പൊള്ളയായ നേട്ടങ്ങൾ ഒരു നേട്ടവും ഇല്ല എന്നുള്ളത് വികസന സദസ്സ് നടത്താതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, വികസനം ഉണ്ടായിട്ടില്ല, വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ വികസന സദസ്സ് നടത്തുന്നത് അതായത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടേതായ സദസ്സുകൾ നടത്തും, ജനങ്ങളുമായി ബന്ധപ്പെടും എന്നാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF തീരുമാനിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുമായി സഹകരിക്കാനല്ല, സ്വന്തമായി അതായത് ഞങ്ങൾ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആ തദ്ദേശ സ്ഥാപനങ്ങളോട് കേരള ഗവൺമെൻറ് ചെയ്ത നെറികേടുകൾ, അവരുടെ സമ്പത്ത്, അവരുടെ സ്വയം ഫണ്ട് പോലും പിടിച്ചെടുത്തത്, വികസനം നടത്താൻ സമ്മതിക്കാത്തത്, അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിനില്ല. UDF തീരുമാനിച്ചിട്ട് ഈ ഗവൺമെൻറ് വികസന സദസ്സുകൾ നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളും പറയാനാണ്. പൊള്ളയായ നേട്ടങ്ങൾ ഒരു നേട്ടവും ഇല്ല എന്നുള്ളത് വികസന സദസ്സ് നടത്താതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, വികസനം ഉണ്ടായിട്ടില്ല, വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. ഞങ്ങൾ വികസന സദസ്സ് നടത്തുന്നത് അതായത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടേതായ സദസ്സുകൾ നടത്തും, ജനങ്ങളുമായി ബന്ധപ്പെടും എന്നാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന UDF തീരുമാനിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുമായി സഹകരിക്കാനല്ല, സ്വന്തമായി അതായത് ഞങ്ങൾ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ആ തദ്ദേശ സ്ഥാപനങ്ങളോട് കേരള ഗവൺമെൻറ് ചെയ്ത നെറികേടുകൾ, അവരുടെ സമ്പത്ത്, അവരുടെ സ്വയം ഫണ്ട് പോലും പിടിച്ചെടുത്തത്, വികസനം നടത്താൻ സമ്മതിക്കാത്തത്, അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടേതായ പരിപാടികൾ സ്വയം നടത്തും എന്നാണ് മലപ്പുറം ജില്ലയിലെ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനിച്ചത്.